ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് 21 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ABVPയും NSUയും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടമെങ്കിലും SFI, AISF അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളും മത്സരിക്കുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മലയാളിയായ അമേലിയ ആൻ വർഗീസും മത്സരരംഗത്തുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സഖ്യങ്ങളിലെ മാറ്റമൊക്കെ ഒരുപാട് ചർച്ചയായതാണ്. ഒരു മലയാളി കൂടെ മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്? ഉന്മേഷ്, ക്രിസ്റ്റീന, അത്യന്തം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിൽ ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടം മുതൽ തന്നെ ശക്തമായ സംഘർഷം ഈ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരമാണ് ഇത്തവണത്തേത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ ക്യാമ്പസുകളിൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷ ഒരുക്കുന്നതിനും നിരീക്ഷണത്തിനുമായി. ഒപ്പം തന്നെ ഈ ആഘോഷങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ആഘോഷങ്ങൾ പാടില്ല എന്നുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നീട് 2 മണി മുതൽ 7:30 വരെയുമായി 2 ഘട്ടങ്ങളായാണ് ഈവനിങ്, മോർണിംഗ് ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ പ്രധാനമായും 4 ജനറൽ സീറ്റുകൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികളിലേക്കാണ് മത്സരം നടക്കുന്നത്. ABVPയും NSUയും തമ്മിൽ നേരിട്ടുള്ള മത്സരം, ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിലേക്ക് ശക്തമായ മത്സരം നടക്കുമ്പോൾ SFI, ISA സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട് ഇത്തവണ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇടത് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ വ്യത്യസ്ത അലയൻസുകളായാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. SFI, ISA, അതേസമയം AIDSOയുമായാണ് AISF ഇത്തവണ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ മത്സരം ഇത്തവണ നടക്കുന്നു. മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. AISFന്റെ പാനലിലായാണ് മലയാളി വിദ്യാർത്ഥി മത്സരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ക്യാമ്പസുകളിലെല്ലാം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിരിക്കുന്നു, മുൻ പതിവില്ലാത്ത രീതിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. നാളെയായിരിക്കും ഈ വോട്ടെണ്ണൽ നടക്കുക. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.